കോതമംഗലത്തെ 23-കാരിയായ യുവതിയുടെ ആത്മഹത്യ നിർബന്ധിത മതപരിവർത്തനം മൂലമല്ലെന്ന് പോലീസ്. കേസിൽ പ്രതിയായ റമീസ് യുവതി നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രണയം തുടരാനാകില്ലെന്ന മനോവിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തത്. കുറ്റപത്രം ഈ ആഴ്ച കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 9-ാം തീയതിയാണ് കോതമംഗലം സ്വദേശിയായ 23-കാരി ജീവനൊടുക്കുന്നത്. പ്രണയത്തിൽ നിന്ന് പിന്മാറിയെന്നും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചെന്നും അടക്കമുള്ള ആരോപണം ഉയർന്ന കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. മതപരിവർത്തന ആരോപണം ഉയർന്നതോടെയാണ് കോതമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ച കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ സംഭവം കേരളത്തെ ആകെ ശ്രദ്ധ ആകർഷിച്ചു. മുൻ മന്ത്രിമാർ മുതൽ കേന്ദ്രമന്ത്രിമാർ വരെ വിഷയം ഏറ്റെടുത്തു. ലവ് ജിഹാദ് എന്ന ആരോപണത്തിലൂടെ മുന്നോട്ട് പോയ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. മതം മാറാൻ നിർബന്ധിച്ചു എന്ന് കണ്ടെത്തൽ പോലീസിന്റെ കുറ്റപത്രത്തിലില്ല. ആൺസുഹൃത്തായ റമീസ് പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ നിരാശയിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ റമീസിന് പുറമെ റമീസിന്റെ മാതാവും പിതാവും പ്രതികളാണ്. കേസിൽ നേരത്തെ റമീസും മാതാപിതാക്കളും റമീസിന്റെ സുഹൃത്തായ സഹദും അറസ്റ്റിലായിരുന്നു. കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നതിനാണ് റമീസിന്റെ സുഹൃത്ത് സഹദിനെ അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമം നടന്നു എന്നതിൽ യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സംഭവശേഷം തമിഴ്നാട്ടിൽ ഒളിവിൽ പോയ റമീസിന്റെ മാതാപിതാക്കളെ പ്രത്യേക സംഘം അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായതാണ്. അന്വേഷണം പൂർത്തിയാക്കിയ പ്രത്യേക സംഘം തന്നെയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.